മറ്റേ ചാരസുന്ദരിയില്ലേ പാകിസ്ഥാൻ ജ്യോതി മൽഹോത്ര. അതന്നെ ആ ഹോത്ര. അവർ കേരളത്തിൽ വന്നത് സംസ്ഥാന സർക്കാരിന്റെ ചെലവിലാന്ന് കേൾക്കുന്നു. റിയാസ് വിളിച്ചു, ജ്യോതി വന്നു, പണവും കൊണ്ട് മുങ്ങി. അതെന്താണ്? അതാണ് നമ്മൾ ആരും അറിയാത്ത രഹസ്യം. അതായത് കേരളത്തിൽ വന്നിട്ട് മൊത്തത്തിൽ ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്ത്രപ്രധാനമായ എല്ലാ സ്ഥലങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടെ ഷൂട്ട് ചെയ്തിട്ട് സംസ്ഥാന സർക്കാർ വരവിൻ്റെയും ചെലവിൻ്റെയും ഒക്കെ കണക്ക് വാങ്ങിച്ച് അതിൻ്റെയൊക്കെ പൈസ കൊടുത്ത് മോള് പോയിട്ട് വന്നു പറഞ്ഞ് തലോടി പിണറായി വിജയൻ ഒന്ന് തലോടി അനുഗ്രഹിച്ചൊക്കെ വിട്ടു. പിണറായി വിജയനെ കണ്ടതിന് ശേഷമാണ് അവർക്ക് ഈ മറ്റേ ഇന്റലിജൻസ് പിടിച്ചതും പ്രശ്നങ്ങളൊക്കെ ആയതെന്നൊക്കെ കിംവദന്തി ഉള്ളതുകൊണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. കിംവദന്തി മാത്രം ആയതുകൊണ്ട് പിന്നെ യാതൊരു കുഴപ്പമില്ല. പ്രേക്ഷകരെ തന്നെ കിംവദന്തി മാത്രമേ പറയാറുള്ളൂ. അതെ, നമുക്കിതൊന്നും അറിഞ്ഞൂടാ, എന്തൊക്കെയോ എഫക്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയെന്ന പരാതിയിൽ അറസ്റ്റിലായ ഹരിയാനയിലെ വ്ളോഗർ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷണപ്രകാരമാണെന്ന് ഞെട്ടിക്കുന്ന രേഖ പുറത്തു. നമുക്കിതിന് ഞെട്ടലൊന്നുമില്ല. കാരണം നമ്മൾ ഈ വാർത്ത നമ്മൾ എല്ലാ ദിവസവും ഈ സംസ്ഥാന സർക്കാരിന്റെ പല കാരണങ്ങൾ കൊണ്ട് ഞെട്ടുന്നവരാണ്. പക്ഷെ നമ്മൾ ഈ വാർത്ത കുറേ നാളുകൾക്ക് മുമ്പ് കൊടുത്തതാണ്. കുറച്ച് കാരണം സംസ്ഥാന സർക്കാർ വിളിച്ചിട്ടാണ് ഇവർ വന്നതെന്നുള്ള വാർത്ത ഇതിനു മുന്നേ പുറത്തു വന്നു. ഇപ്പോൾ വരുന്നത് ഇതിന്റെ കൃത്യമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇതിൽ പറയുന്നത് ടൂറിസം വകുപ്പിന്റെ പ്രമോഷനായിട്ടാണ് ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയതെന്ന് വ്യക്തമാവുന്ന വിവരാവകാശ രേഖയാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ടൂറിസം വകുപ്പ് സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസിനെ ഉപയോഗിച്ച് പ്രമോഷൻ നടത്തിയവരുടെ പട്ടികയിൽ ജ്യോതി മൽഹോത്രയും ഉൾപ്പെട്ടിട്ടുണ്ട്. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, ആലപ്പുഴ, മൂന്നാർ എന്നിവിടങ്ങളിലാണ് ജ്യോതി മൽഹോത്ര ടൂറിസം വകുപ്പിന്റെ ചിലവിൽ യാത്ര ചെയ്തത്. 2024 ജനുവരി മുതൽ 2025 മെയ് വരെ ടൂറിസം വകുപ്പിനായി പ്രമോഷൻ നടത്തിയ വ്ളോഗർമാരുടെ പട്ടികയാണ് പുറത്തു വന്നത്. പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനത്തിനായിരുന്നു ഈ യാത്രകൾ എന്നാണ് ആരോപണം. അതായത് സംസ്ഥാന സർക്കാരിന്റെ ചിലവിൽ പാകിസ്ഥാന്റെ ദൗത്യം ജ്യോതി മൽഹോത്ര പൂർത്തിയാക്കി. റിയാസ് വിളിച്ചു, പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം ചെയ്തു, ജ്യോതി മുങ്ങി. 33-കാരിയായ ജ്യോതി മൽഹോത്ര പലതവണ പാകിസ്ഥാൻ സന്ദർശിച്ചതായി തെളിവുകൾ പുറത്തു വന്നിരുന്നു. പാക് ഇന്റലിജൻസ് വിഭാഗവുമായി ബന്ധം പുലർത്തിയതായും വിവരം ലഭിച്ചു. പാക് ഹൈക്കമ്മീഷനിലെ ജീവനക്കാരുമായി ജ്യോതി ബന്ധം പുലർത്തിയിരുന്നു. ഇതേ തുടർന്ന് ഈ ഉദ്യോഗസ്ഥനെ ഇന്ത്യ പുറത്താക്കുകയും ചെയ്തിരുന്നു. ISIയുടെ ചാരയാണ് ജ്യോതി എന്നാണ് സൂചന. കേരളത്തിൽ ജ്യോതിക്ക് യാത്രയും താമസവും ഒരുക്കി പണവും നൽകുകയായിരുന്നു ടൂറിസം വകുപ്പ്. സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർ എന്ന നിലയിലായിരുന്നു ക്ഷണം. കേരള ടൂറിസത്തിന്റെ പുനരുജ്ജീവനമായിരുന്നു ലക്ഷ്യം. ഇപ്പൊ പുനരുജ്ജീവിച്ചല്ലോ. ജ്യോതി ഉൾപ്പെടെ എത്തിയത് 41 പേരാണ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിവരങ്ങൾ കൈമാറിയെന്ന കണ്ടെത്തലിൽ അറസ്റ്റിലായ ജ്യോതി മൽഹോത്ര കേരളത്തിലെത്തിയത് എന്തിന് എന്ന ചോദ്യം ഇപ്പോഴും ഉയരുന്നുണ്ട്. യൂട്യൂബിൽ 3 ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉള്ള ജ്യോതി മൽഹോത്ര കേരളത്തിൽ തന്ത്രപ്രധാന സ്ഥലങ്ങൾ അടക്കം സന്ദർശിച്ച ദൃശ്യങ്ങൾ പകർത്തി. സന്ദർശന വിവരങ്ങൾ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചെങ്കിലും ഒന്നും പുറത്തുവിട്ടിരുന്നില്ല. കേരളത്തിലെ തന്ത്രപ്രധാന മേഖലകളടക്കം നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരി, ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ എന്നിവയൊക്കെ അതിൽ ചിലത് മാത്രം. കൊച്ചിൻ ഷിപ്പ്യാർഡ്, മട്ടാഞ്ചേരി, ആരാധനാലയങ്ങൾ, ചരിത്ര സ്മാരകങ്ങൾ, ഷോപ്പിംഗ് മാളുകൾ, മെട്രോ സ്റ്റേഷനുകൾ, മൂന്നാർ, തൃശൂർ, കൂത്താമ്പള്ളി നെയ്ത്തുഗ്രാമം, കണ്ണൂരിലെയും കോഴിക്കോട്ടെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, ആതിരപ്പള്ളി തുടങ്ങിയിടങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു. കേരളത്തിൽ നിന്നുള്ള വീഡിയോകളിൽ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള കൊച്ചി യാത്രാ അനുഭവമാണ് പ്രധാനം. ഇരവികുളം ദേശീയ ഉദ്യാനം, തേക്കടി, ആലപ്പുഴയിലെ ഹൗസ് ബോട്ട് യാത്ര, കോവളം, കർത്താവ് തിരുവനന്തപുരത്ത് വന്ന ജഡായുപ്പാറ, വർക്കല, തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എന്നിവയും ഉൾപ്പെടുന്ന മറ്റൊരു വ്ളോഗും ഉണ്ട്. ഞാൻ വിചാരിച്ചു എന്റെ നാട്ടിൽ മാത്രമേ ഇവര് വന്നിട്ടുള്ളൂ, നീയും പെട്ട്. അയ്യോ, ഞാൻ തിരുവനന്തപുരത്ത് വന്നിരുന്നു. റെയിൽവേ ഈ സ്ഥലങ്ങളൊക്കെ ഒന്ന് നോക്കിയ റെയിൽവേ സ്റ്റേഷൻ വീടൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടോ? പിന്നെ തന്നെയുടെ വീട് ഇരിക്കട്ടെ ഒരു മിസൈല്. അല്ല, ഇതില് വേറൊരു കാര്യം, പാകിസ്ഥാന്റെ ആയിട്ട് എനിക്ക് പേടിയില്ല, പേടിയാലെത്തൂല്ല, പൊട്ടയുമില്ല. ഇതിനകത്തൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാല്, ഈ ഇൻഫ്ലുവൻസേഴ്സിനെ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ കോവിഡ് വന്നതിന് ശേഷമാണ്
ഇങ്ങനെ കൂണ് മുളക്കുന്നത് പോലെ എല്ലായിടത്തും ഇൻഫ്ലുവൻസേഴ്സ്, എല്ലാ മറ്റേ സ്മാർട്ട് ഫോണിലുള്ള ആളുകളും ഒരു ഇൻഫ്ലുവൻസറാണ് അതെ അറിയപ്പെടുന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് എന്താ ഇവർ ഉദ്ദേശിക്കുന്നത്? എന്താ അതാണ് ഞാൻ പറയാൻ വീട്ടിൽ രാവിലെ കഞ്ഞി വയ്ക്കുന്ന കറി വയ്ക്കുന്ന ഞാൻ ഇതാ രാവിലെ എണീച്ചു, ഇപ്പൊ മണി 10 ഞാൻ ഇതാ ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് മത്തി ഇന്ന് ക്ലീൻ ചെയ്യുന്നു. നീ ഇന്ന് രാവിലെയും കൂടി ഇരുന്നത് കാണുന്നുണ്ടല്ലോ. ഞാൻ കണ്ടു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഇതിലെവിടെയാണ് ഇൻഫ്ലുവൻസ്? അതാണ് അതിന്റെ പ്രശ്നം. എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സാണ്. അവർ എന്ത് കാര്യത്തിലാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നതിന് മാത്രം അവർക്ക് ഉത്തരവുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ കോവിഡിന് ശേഷം ഈ കേരളത്തിലെ നല്ല ഒരു ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും ടൂറിസം വിഭാഗത്തിന് വലിയ തിരിച്ചടികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് ടൂറിസം മേഖല വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഘട്ടത്തിലാണ്. ഇവിടെ കേരളത്തിൽ മാത്രമല്ല, ഈ പല സംസ്ഥാന സർക്കാരുകളും എടുത്ത തീരുമാനം സോഷ്യൽ മീഡിയ വഴിയുള്ള പ്രചരണം കുറച്ചുകൂടി വ്യാപിപ്പിക്കണം. അങ്ങനെയാകുമ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പ്രാധാന്യം ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഇടയിലുണ്ട്. ഇപ്പോൾ നമ്മളൊരു 2 മിനിറ്റ് ഇതിനിടയിൽ ബ്രേക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ യൂട്യൂബോ ഒക്കെ തുറന്ന് നമ്മളൊരു 5 മിനിറ്റ് അതങ്ങ് നോക്കിയിരിക്കും. അതൊരു അരമണിക്കൂർ കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് വരില്ല, അത് വേറെ കാര്യം. അപ്പോൾ അങ്ങനെ അത്രയും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലെയുള്ള യൂട്യൂബർമാരെയും ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സിനെയൊക്കെ വിളിച്ചിട്ട് നമ്മുടെ കേരളത്തിലെയോ അല്ലെങ്കിൽ എവിടത്തെ ആയാലും ഈ പറയുന്ന കാര്യങ്ങൾ ടൂറിസം മേഖലയുടെ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു. അതാണ് ഈ ജ്യോതി മൽഹോത്രയുടെ കാര്യത്തിലും സംഭവിച്ചിട്ടുള്ളത്. ജ്യോതി മൽഹോത്ര നമുക്കറിയില്ലല്ലോ, ഇവർ ചാരയാണ് എന്നുള്ളത് അറിയില്ല, ഇവരെന്താണ് ഇതിനകത്ത് ചെയ്തത്. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ഈ വരുന്നവരുടെ ഒക്കെ ഒരു കേരളത്തിലേക്ക് വരുന്നു, ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ഫോട്ടോ എടുക്കുക, ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് വീഡിയോ എടുക്കാം, അതിനെ മൊത്തം യൂട്യൂബിലിടാം. അതൊക്കെ ആര് കാണുന്നു, എവിടെ ഇരുന്ന് ആരൊക്കെ കാണുന്നു? മാധ്യമങ്ങൾക്ക് നിയന്ത്രണം വേണം, മാധ്യമങ്ങൾക്ക് രജിസ്ട്രേഷൻ വേണം എന്ന് പറയുന്നതൊക്കെ ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ സാറ്റലൈറ്റ് ചാനലുകൾ അല്ലെങ്കിൽ നമ്മുടെ പോലുള്ള സ്ഥാപനങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് രജിസ്ട്രേഷനും ഗവൺമെൻറ്റിൽ അക്രഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെക്കുറിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ഇവരുടെ കയ്യിലുണ്ടാവും. നമ്മൾ എന്ത് വാർത്ത കൊടുക്കുന്നതാണ്, എങ്ങനെയാണ് ചെയ്യുന്നതിനെക്കുറിച്ച് കൃത്യമായ വിവരങ്ങളുണ്ടാവും. പക്ഷേ ഇവിടെ നമ്മൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമയുടെ അവസാനം ഉർവശി ചേച്ചി ഒരുത്തനോട് ചോദിക്കുന്നുണ്ട്, നീ ആരുടെ ഒരു കമ്പിൻ്റെ അറ്റത്ത് മൊബൈലും തൂക്കി പിടിച്ച് നീ നടന്നു കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തനമാകുമെന്ന് ചോദിക്കും. നിങ്ങൾക്കൊന്ന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതായത് ഈ ഇൻഫ്ലുവൻസേഴ്സ്, യൂട്യൂബേഴ്സ് എന്ന് പറയുന്നവർക്ക് എവിടെയും കയറി ചെന്ന് ഓരോന്ന് ഷൂട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം പലർക്കും ഇവരെ പേടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇഷ്ടം പോലെ ഫോളോവേഴ്സ് ഉണ്ട്. അത് ഇവർ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാലും അത് അവൻ്റെ മറ്റവൻ്റെ ജീവിതം അവസാനിക്കാൻ, എൻ്റെ അറ്റത്തുള്ളവൻ്റെ ജീവിതം അവസാനിക്കാനുള്ള സാധ്യതകളുണ്ട്. ഞാൻ ഈയിടെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് എന്നും പറഞ്ഞ് കുറേ എണ്ണം ഉണ്ടല്ലോ. അതിലൊരു അമ്മച്ചി, ആ അമ്മച്ചി ഇരുന്നിട്ട് വാ തുറന്ന തെറിവിളിയേ ഉള്ളൂ. എൻ്റെ അമ്മയെ പറയുന്ന തെറിയൊക്കെ കേട്ടാ. എത്ര ഫോളോവേഴ്സ് ഉണ്ട്? അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉണ്ട്. അതാണ് ഈ തെറി വിളിക്കുക എന്ന് വെച്ചാൽ അവരൊരു ഒരാളെ വിമർശിക്കുകയാണ്. ഇവരെന്തോ ഭയങ്കര പെർഫെക്റ്റ് ആണെന്ന് വെച്ചിട്ടാണ് മറ്റുള്ളവരെ വിമർശിക്കുന്നത്. പൈസ കിട്ടാനാണ് കണ്ടന്റ് എടുത്തിട്ട്. ആ തെറിവിളിയാണ് അവരുടെ പണം. അത് ആ തെറിവിളിയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ആ തെറിവിളിച്ചുകൊണ്ട് വാ തുറന്ന തെറിവിളി 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 തന്നെ. പിന്നെ നാട്ടുകാരുടെ മുഴുവൻ ഡീറ്റെയിൽസ് ആ ചേച്ചിക്ക് അറിയാം. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ ഇന്റലിജൻസ് ഒക്കെ ഈ ചേച്ചിയെ ഒന്ന് പിന്നെ ജോലിക്കെടുത്ത നല്ലതായിരിക്കും. കാരണം പുറത്തൊന്നും വേണ്ട, വീട്ടിനകത്തിരുന്ന് തന്നെ അവർ ഈ ലോകത്തുള്ള എല്ലാ ആളുകളുടെയും ഡീറ്റെയിൽസ് അവരുടെ പക്കലെത്തും. അപ്പോൾ അതാണ് പറഞ്ഞു വരുന്നത്. അപ്പം അത് തന്നെയാണ് ഇവിടെ നമ്മുടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിലും സംഭവിച്ചത്. ജ്യോതി മൽഹോത്രയെ വിളിച്ചു വരുത്തി. അപ്പോൾ സർക്കാരിൻ്റെ ഇതിലാവുമ്പോൾ അവർക്ക് എവിടെയും കയറി ചെല്ലാം, നിയന്ത്രണങ്ങൾ ഉണ്ടാവില്ല. സർക്കാർ പ്രതിനിധി ആരെങ്കിലും ഇവർ എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വിളിച്ച് പറയും ഇന്നയാൾ വരുന്നുണ്ട്, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് പറയും. അവർ പോകുന്ന ചിലവ്, അവിടെയുള്ള മറ്റ് ചിലവുകൾ, അതിൻ്റെ കാര്യങ്ങളെല്ലാം സർക്കാർ. പിന്നെ ഇവർക്ക് ഷൂട്ട് ചെയ്തിട്ട് പോയി ഇത് അപ്ലോഡ് ചെയ്ത് ടെലികാസ്റ്റ് ചെയ്യുന്നതിനുള്ള. അങ്ങനെയാണെങ്കിൽ റിയാസിനെയും എന്നെ ചോദ്യം ചെയ്യണ്ടേ? ഇവർക്ക് എല്ലാം എന്തിനാണ് എടുത്തിട്ടുണ്ടാവും.